ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോ ഒരു പ്രോൺസ് കറിയാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച ഒരു അടിപൊളി സൂപ്പറായിട്ടൊരു പ്രോൺസ് കറി. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ അത് തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കാം. പ്രോൺസ് മസാലക്കറിക്ക് വേണ്ടി ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലോ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു കടായിലൊക്കെ ഉണ്ടാക്കാം. ഞാനിവിടെ ചീനിച്ചട്ടിയാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ കടുക് ഒന്നിട്ട് കൊടുക്കുന്നു. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ കുറച്ച് ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ. അപ്പോൾ അതും പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതൊരു 3 സവാള ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ്, അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം. നല്ലപോലെ ഇളക്കി നല്ലപോലെ ആ സവാളയെല്ലാം നല്ലപോലെ ഒന്ന് വാടണം. ഇനി നമുക്ക് ഇതിലേക്കൊരു 3 പച്ചമുളക് ഞാൻ കീറി വെച്ചത് അത് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചത് 1 ടേബിൾ സ്പൂണാണ്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് വാടട്ടെ. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളിയാണ്, അത് ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പം തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്, എല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യുന്നോട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മസാലയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 500 ഗ്രാം പ്രോൺസ് ആണെന്ന് വെച്ചാൽ 1/2 കിലോ ഉണ്ട് ഈ പ്രോൺസ്. ഞാൻ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണിത്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രോൺസൊക്കെ വേവാൻ പെട്ടെന്നൊരു 3 മിനിറ്റ് കുക്കിംഗ് ടൈമൊക്കെ മതി. പ്രോൺസ് വേവാനൊക്കെ പെട്ടെന്ന് വെന്ത് പോവും. ഓവറായിട്ട് വേവിച്ചത് റബ്ബർ പോലെ ഇരിക്കും. അപ്പം നമുക്കൊരു മാക്സിമം ഒരു 5 മിനിറ്റ്, മിനിമം ഒരു 3 മിനിറ്റ് മതി പ്രോൺസൊക്കെ വെന്ത് കിട്ടാൻ. നമുക്കിത്
ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക, അതൊന്ന് വേവാൻ വേണ്ടി. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നല്ലോണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം പ്രോൺസിൻ്റെ വെള്ളം എല്ലാം നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു. പ്രോൺസിൻ്റെ വെള്ളം കൂടി ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. 1 കപ്പ് തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് നമുക്കൊരു തിള വരണം. തിള വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത്രയും ഗ്രേവി വേണ്ടവർക്ക്, ഇതിൽ കുറച്ച് ഇച്ചിരി കൂടെ കുറുകിയ ഗ്രേവി വേണവർക്ക് തിള വന്നിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്നും കൂടെ കുറുകി കിട്ടും. അപ്പോൾ ഇത്രയും ഗ്രേവി ആവശ്യമുള്ളവർക്ക് നമുക്ക് ഒന്ന് തിള വന്നിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലാത്തവർക്ക് നമുക്ക് ഒരു തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് വെക്കാം. ഒന്ന് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും ഗ്രേവിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് തിളച്ചിട്ട് ഇപ്പോൾ ഞാനങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ മുമ്പ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഞാൻ കുറച്ച് കറിവേപ്പില ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കും. എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ ഒരു തൃപ്തി കിട്ടത്തുള്ളൂ, കറിക്കൊക്കെ ഒരു ടേസ്റ്റ് വന്നെന്ന് എനിക്ക് തോന്നുള്ളൂ. ഇനി നമുക്ക് തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്തിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ മണമൊക്കെ ഈ കറിയിലൊന്ന് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ കറി എത്ര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കറിയാന്ന് നോക്കിയേ. നമുക്ക് ഒരു 10 മിനിറ്റ് മതി നമുക്ക് ഈ കറി ഒന്ന് വെന്ത് കിട്ടാൻ. എല്ലാം കൂടെ 10-15 മിനിറ്റ് മതി ഈ കറി എല്ലാം ഒന്ന് റെഡി ആക്കി കിട്ടാൻ. നമുക്ക് പ്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡി എടുക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ്. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.